വരി പറയും. ആ വരി എല്ലാവരെയും ചിന്തിപ്പിക്കും. സുഹൃത്തെ, നിങ്ങൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ വാക്കുകൾക്ക് ന്യൂസ് ചാനലിലെ ബഹളം പോലെ വിലയില്ലാതാകും. ആരും അത് ശ്രദ്ധിക്കില്ല. എന്നാൽ ആവശ്യമില്ലാതെ വായ തുറക്കാത്ത, അനാവശ്യമായി ജ്ഞാനം വിളമ്പാത്ത ഒരാൾ സംസാരിക്കുമ്പോൾ ആളുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങും. എന്തുകൊണ്ട്? കാരണം അയാളൊരു നിഗൂഢതയായി മിസ്റ്ററി മാറിയിട്ടുണ്ടാകും. ആളുകൾ അയാളെ നിസ്സാരമായി കാണില്ല. മൗനം നിങ്ങളെ ആൾക്കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നിർത്തും. എല്ലാവരും സംസാരിക്കുമ്പോൾ നിങ്ങൾ മിണ്ടാതിരുന്നാൽ ആളുകൾ ചിന്തിക്കും, ഇവൻ എന്താണ് മിണ്ടാത്തത്? ആ നിശബ്ദത നിങ്ങൾക്ക് ശക്തി നൽകും. മൗനം നിങ്ങളെ ദുർബലനല്ല, ശക്തനാക്കി മാറ്റും. മൗനത്തിന്റെ ശക്തി പ്രവർത്തിക്കണമെങ്കിൽ അത് തന്ത്രപരമായി ഉപയോഗിക്കണം. എപ്പോൾ സംസാരിക്കണം, എപ്പോൾ മിണ്ടാതിരിക്കണമെന്നറിയണം. ദേഷ്യം വരുമ്പോൾ മൗനം. ആരെങ്കിലും നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുമ്പോൾ, തർക്കിക്കുമ്പോൾ, നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ തിരിച്ചു മറുപടി കൊടുക്കുന്നതിനു പകരം നിങ്ങൾ മൗനം പാലിച്ചാൽ നിങ്ങൾ സ്വയം രക്ഷിക്കുക മാത്രമല്ല, മറ്റേയാളെ അസ്വസ്ഥനാക്കുകയും ചെയ്യും. കാരണം അയാൾ വഴക്കിന് തയ്യാറായിരുന്നു, പക്ഷേ നിങ്ങൾ ആ കളിക്ക് നിന്നുകൊടുത്തില്ല. ദേഷ്യത്തിൽ പറയുന്ന ഒരു വാക്ക് ജീവിതകാലം മുഴുവൻ കുറ്റബോധമുണ്ടാക്കിയേക്കാം. എന്നാൽ ദേഷ്യത്തിൽ പാലിക്കുന്ന മൗനം നിങ്ങളുടെ ഏറ്റവും വലിയ വിജയമാകും. സ്വയം വില തെളിയിക്കേണ്ട സമയത്ത് മൗനം. സ്വന്തം ഗുണങ്ങൾ നിങ്ങൾ തന്നെ പറഞ്ഞു നടക്കുമ്പോൾ ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണും. എന്നാൽ നിങ്ങൾ മിണ്ടാതിരിക്കുകയും നിങ്ങളുടെ പ്രവൃത്തി സംസാരിക്കുകയും ചെയ്യുമ്പോൾ ആളുകൾ നിങ്ങളെ പുകഴ്ത്താൻ തുടങ്ങും. ചിലർ ഇന്റർവ്യൂവിന് ചെന്നാൽ ബയോഡേറ്റയല്ല, മഹാഭാരതം മുഴുവൻ പറയും. എന്നാൽ ചിലർ ഒറ്റ വരിയിൽ പറയും, എന്റെ വർക്ക് നോക്കൂ. ആ വ്യത്യാസം അവിടെ തന്നെ കാണാം. പൊതുസ്ഥലത്ത് അപമാനിക്കപ്പെടുമ്പോൾ മൗനം. ചിലപ്പോൾ ആളുകൾ നിങ്ങളെ പരസ്യമായി നാണം കെടുത്താൻ ശ്രമിക്കും. ആ സമയത്ത് നിങ്ങൾ തിരിച്ചു പ്രതികരിച്ചാൽ അത് വലിയൊരു വഴക്കാകും. എന്നാൽ നിങ്ങൾ മൗനം പാലിച്ചാൽ നിങ്ങളുടെ അന്തസ്സ് സംരക്ഷിക്കപ്പെടും. മറുഭാഗത്തുള്ളയാളുടെ നിലവാരമില്ലായ്മ വെളിപ്പെടുകയും ചെയ്യും. മൗനം ആ സമയത്ത് നിങ്ങളുടെ കവചമാണ്. ഇക്കാലത്ത് എല്ലാത്തിലും അഭിപ്രായം പറയുന്നതാണ് ട്രെൻഡ്. അയൽപക്കത്തെ വഴക്കിനുവരെ അഭിപ്രായം. എന്നാൽ ഓർക്കുക, എല്ലാത്തിലും അഭിപ്രായം പറയുന്നവന്റെ അഭിപ്രായത്തിന് ഒരു വിലയുമുണ്ടാകില്ല. ചിലരോട് എന്താ വിശേഷം എന്ന് ചോദിച്ചാൽ സിനിമയുടെ തുടക്കം മുതൽ ക്ലൈമാക്സ് വരെ അവർ പറയും. എന്നാൽ ശരിയായ സ്ഥലത്ത് മാത്രം സംസാരിക്കുന്നവന്റെ ശബ്ദം ആർക്കും അവഗണിക്കാൻ കഴിയില്ല. മൗനം വെറുമൊരു സ്വഭാവമല്ല, അതൊരു പവർ പ്ലേയാണ്. അത് മറ്റുള്ളവരെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇവൻ എന്താണ് ആലോചിക്കുന്നത്? ഇവൻ എന്താ ഒന്നും മിണ്ടാത്തത്? ഇവന്റെ അടുത്ത നീക്കം എന്താണ് എന്ന് ആളുകൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ കടിഞ്ഞാൺ നിങ്ങളുടെ കൈകളിലാകും. ബിസിനസ്സിലായാലും ബന്ധങ്ങളിലായാലും രാഷ്ട്രീയത്തിലായാലും കുറച്ചു വാക്കുകളുള്ളവന് കൂടുതൽ സ്വാധീനമുണ്ടാകും. ഒരു മീറ്റിംഗിൽ ഏറ്റവും ശക്തനായ ആളെ കണ്ടെത്തണമെങ്കിൽ ഏറ്റവും കൂടുതൽ മിണ്ടാതിരിക്കുന്ന ആളെ നോക്കിയാൽ മതി. ബാക്കി എല്ലാവരും അയാളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയായിരിക്കും. ഞാനൊരു കഥ പറയാം. ഒരു കമ്പനിയിൽ ബോർഡ് മീറ്റിംഗ് നടക്കുന്നു. എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു.